എല്ലാവർക്കും നമസ്കാരം. ഞാൻ റുക്സാന, MCT ട്രെയിനിങ് കോളേജിലെ സെക്കൻഡ് സെം അധ്യാപക വിദ്യാർത്ഥിനിയാണ്. ഞങ്ങളുടെ കോളേജിൽ നിന്നും സയൻസിൻ്റെയും കലാപ്രവൃത്തി പരിചയ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി കോഴിക്കോട്ടേക്ക് ഒരു ഫീൽഡ് ട്രിപ്പ് നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായി എല്ലാവരും 600 രൂപ നൽകിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ അധ്യാപിക ഷാല മിസ്സിൻ്റെ ആഭിമുഖ്യത്തിലായിരുന്നു ഈ ട്രിപ്പ് നടത്താൻ തീരുമാനിച്ചത്. അതിനായി അധ്യാപക വിദ്യാർത്ഥികളിൽ നിന്നും കമ്മിറ്റികൾ രൂപീകരിക്കുകയും അതിനായി സ്റ്റുഡൻസ് കമ്മിറ്റിയിൽ നിന്ന് 2 ബാച്ചിൽ നിന്നായിട്ട് ഷഹനാസിനെയും തസ്നീം ബീഗത്തിനെയും നിയമിച്ചു. അതിനുശേഷം ഓരോ കൺവീനർമാരെയും തീരുമാനിക്കുകയും 3 വീതം കമ്മിറ്റികൾ രൂപീകരിക്കുകയും ചെയ്തു. ഫുഡ് കമ്മിറ്റി, ഡിസിപ്ലിൻ കമ്മിറ്റി, ഫസ്റ്റ് എയ്ഡ് കമ്മിറ്റി എന്നിങ്ങനെ 3 കമ്മിറ്റികൾ ഉണ്ടാക്കുകയും അതിനായി 2 ബാച്ചിൽ നിന്നും വിദ്യാർത്ഥിനികളെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. ശേഷം അതിനായി ഞങ്ങളൊരു പോസ്റ്റർ തയ്യാറാക്കി, പോയി വരാം എന്ന രൂപത്തിലുള്ളൊരു പോസ്റ്റർ തയ്യാറാക്കി. ശേഷം ഞങ്ങൾ കോഴിക്കോട്ട് റീജിയണൽ സയൻസ് സെൻറ്റർ ആൻഡ് പ്ലാനറ്റോറിയത്തിലേക്കും സോപ്പ് ഫാക്ടറിയിലേക്കും ശേഷം ബീച്ചിലേക്കും പോകാനാണ് തീരുമാനിച്ചിരുന്നത്. അങ്ങനെ ഞങ്ങൾ 24-ാം തീയതി കൃത്യം 8 മണിക്ക് കോളേജിലെ ആൽത്തൂർ പടിയിൽ നിന്നും യാത്ര തുടക്കമിട്ടു. ആദ്യമായി ഞങ്ങൾ പ്ലാനറ്റോറിയത്തിലേക്ക് എത്തുകയും അവിടെ ഒരു 9:50 ആകുമ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നു. എല്ലാവരും വളരെ ആവേശത്തോടു കൂടിയൊക്കെ തന്നെയാണ് അവിടെ എത്തിച്ചേർന്നത്. പക്ഷേ അവിടെ ചെന്ന ഉടനെ തന്നെ അത് ഓപ്പൺ ചെയ്തിട്ടില്ലായിരുന്നു. കുറച്ച് സമയത്തിന് ശേഷം ഓപ്പൺ ചെയ്യുകയും അതുവരെ ഞങ്ങൾ അവിടേക്കൊന്ന് ചുറ്റിക്കറങ്ങി. അവിടെ പാർക്കും മറ്റു ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടേക്കൊന്ന് നടന്ന് ചുറ്റിക്കാണുകയും ശേഷം ഒരു 3D ഷോയും ഉണ്ടായിരുന്നു, അത് കണ്ടു. പിന്നെ അതിന് ശേഷം പ്ലാനറ്റേറിയത്തിലും ഷോ ഉണ്ടായിരുന്നു. അങ്ങനെ അതും കണ്ടതിന് ശേഷം അവിടെ നിന്നും ലഞ്ച് കഴിക്കുകയും പിന്നെ അതിന് ഉച്ചയ്ക്ക് ശേഷം ഞങ്ങളൊരു കേരള സോപ്പ് ഫാക്ടറിക്ക് എത്തിച്ചേർന്നു. അവിടുത്തെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ അവിടെ കുറച്ച് കാര്യങ്ങൾ ഞങ്ങളോട് സംസാരിക്കുകയും സോപ്പുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നു. ശേഷം ഞങ്ങൾ സോപ്പ് നിർമ്മാണ യൂണിറ്റിലേക്ക് കടന്നു പോവുകയും അവിടുത്തെ ഓരോ പ്രവർത്തനങ്ങളും ഞങ്ങൾ വളരെ വിശദമായിട്ട് തന്നെ കാണുകയും ചെയ്തു. ശേഷം അവിടെ നിന്ന് ഞങ്ങൾക്ക് സോപ്പും അതുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങളും വാങ്ങാനുള്ള അവസരം നൽകുകയും ഒരുപാട് അധ്യാപകരും അധ്യാപക വിദ്യാർത്ഥിനികളും അവിടെ നിന്നും സോപ്പും ബാക്കിയുള്ള ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങുകയും അവിടെ നിന്നും ഞങ്ങളിൽ നിന്നും 2 പ്രതിനിധികൾ അതിനെ കണ്ടതിനെക്കുറിച്ചുള്ളൊരു ഫീഡ്ബാക്ക് നൽകുകയും ചെയ്തു. ശേഷം വൈകിട്ട് ഒരു 4-4:30 കൃത്യം കോഴിക്കോട് ബീച്ചിലെത്തി. അവിടെ എല്ലാവരും വളരെ നല്ല രസത്തോടു കൂടി തന്നെയാണ് ബീച്ചിലെ കാഴ്ചകളൊക്കെ കണ്ടു. പിന്നെ അവിടെ ഒരുപാട് കടൽ തീരത്തുള്ള ചെറിയ ഒരുപാട് കടകളൊക്കെ ഉണ്ട്. അവിടെ നിന്നും ഒരുപാട് വിഭവങ്ങളൊക്കെ എല്ലാവരും ഇഷ്ടത്തോടെ വാങ്ങുകയും കഴിക്കുകയൊക്കെ ചെയ്തു. ശേഷം ഒരു 7 മണിയോടുകൂടി ഞങ്ങൾ തിരിച്ച് പോരാൻ ബസ്സിലേക്ക് കയറി. തിരിച്ച് ഞങ്ങൾ വീട്ടിലൊരു 9-9:30 ആകുമ്പോഴേക്കും ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തുകയും ചെയ്തു. ഞങ്ങളുടെ ഈ പഠനയാത്ര വളരെ ആവേശത്തോടു കൂടി തന്നെ എല്ലാവരും എൻജോയ് ചെയ്തു.